പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പുണ്യമായ റമദാനിന്റെ ആദ്യത്തില് ഈ വീഡിയോയില് നിങ്ങളോട് ഒരു കാര്യം പങ്കുവെക്കുകയാണ്. നമ്മൾ ഈ വർത്തമാനകാലത്തല്ല, അതിന്റെ മുമ്പ് നമ്മൾ ഈ തലമുറയുടെ മുമ്പ് നടന്നുപോയ ആളുകൾ ഒത്തിരി മഹാരഥന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. മമ്പുറം, പൊന്നാനി, പുത്തമ്പള്ളി, വെളിയൻകൂട്, അതുപോലെ ജീലാനി തങ്ങള്, പിന്നെ ഇതുപോലെ ഒട്ടനവധി മഹാരഥന്മാരെ കുറിച്ച് നമ്മൾ അറിയുന്നതും കഥകളും ചരിത്രങ്ങളും അവരുടെ കറാമത്തുകളും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ജീവിതവും ഏറ്റവും നല്ലൊരു മരണവും. നമ്മൾ ഈ വർത്തമാനകാലത്ത് ഇപ്പൊ ഏകദേശം ഇന്നത്തെ കൗമാര കുട്ടികൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അറിയും, കേട്ടറിവുണ്ടാവും. കൗമാര ഒരു 14 വയസ്സിന് താഴെയുള്ളവർക്ക് അറിയാൻ സാധ്യത കുറവായിരിക്കും. അപ്പൊ ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു മരണവും ഏറ്റവും നല്ലൊരു ജീവിതവും ഏറ്റവും നല്ലൊരു മനുഷ്യനും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു മരണം, വഫാത്ത്. നമ്മുടെ കേരളത്തിലെ പണ്ഡിത സമൂഹം ഷംസുൽ ഉലമ എന്ന് പേരിട്ട് വിളിക്കുന്ന, അതായത് നമ്മള് EKP എന്ന് പറയുന്ന EK അബൂബക്കർ മുസ്ലിയാർ, ഷംസുൽ ഉലമ. അദ്ദേഹത്തിന്റെ പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്, പലരും പണ്ഡിതന്മാർക്ക് അറിയാം, എന്നാൽ സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി ഞാൻ ഈ പുണ്യ റമദാന്റെ ആദ്യത്തിൽ ഒന്ന് പങ്കുവെക്കുകയാണ്. അതായത് മഹാനായ ഷംസുൽ ഉലമ ഏകദേശം ഒരു 14 വർഷത്തോളം സംസ്ഥയുടെ പ്രസിഡന്റ് ആയിരുന്ന, ഒരു പതിറ്റാണ്ടിലായിരുന്നു, 16, 17, 18 വർഷത്തോളം പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ജീവിതചര്യകള്, ദിവസത്തില് അസ്മാഉൽ ഹുസ്ന പറഞ്ഞാല് 100 അള്ളാഹുവിന്റെ പേരുകൾ ദിവസവും 2 പ്രാവശ്യവും പ്രായ അധിക്യം കൊണ്ട് അവസാനം മഗ്‌രിബിന് ശേഷം 1 പ്രാവശ്യം ചൊല്ലി, അങ്ങനത്തെ ജീവിതശൈലിയിലുള്ള ആളുടെ മരണത്തിനെ കുറിച്ചാണ് ഞങ്ങളോട് പറയുന്നത്. ചുരുക്കി പറയാം, അസുഖബാധിതനായി കിടന്ന് വീട്ടിൽ സുഖമില്ലാതെ കിടന്നപ്പോൾ മക്കൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. മഹാനവർക്ക് സമ്മതിച്ചില്ല. എന്നാലും മക്കളെ നിർബന്ധത്താല് നമ്മുടെ കോഴിക്കോട് 8-10 നിലകളുള്ള ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് ബഹുമാനപ്പെട്ടവരെ അഡ്മിറ്റ് ചെയ്യാന് കൊണ്ടുപോയി. ആ സമയത്ത് ഫാത്തിമ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ആണ്, അദ്ദേഹം അതിന്റെ ഓണറെ വിളിച്ചുകൊണ്ട് മഹാനായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, ഇവിടെ ഒട്ടനവധി ആളുകൾ, ഒരു പക്ഷേ ഉദ്ദേശം റഹ്മത്തിന്റെ മലാക്കന്മാർ എന്തോ അറിയില്ല, ഒട്ടനവധി പണ്ഡിതന്മാർ ഇവിടെ വരാനുള്ളതാണ്. ഈ ഹോസ്പിറ്റലിൽ കഴുകണം, വൃത്തിയാക്കണം, നദീഫാക്കണം, നല്ല ശുദ്ധിയാകണം, തുഹൂറായിരിക്കണം. അതേ ഉസ്താദ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ ഓണർ ഞാൻ അറിയുന്ന ആളാണ്. അദ്ദേഹം ആ 8-10 നിലകളുള്ള ഹോസ്പിറ്റൽ മൊത്തം കഴുകി വൃത്തിയാക്കി ഒരു വ്യാഴാഴ്ച ദിവസം. അങ്ങനെ വ്യാഴാഴ്ച അദ്ദേഹം അവിടെ മഹാനവർ അഡ്മിറ്റ് ചെയ്തു. വ്യാഴം, വെള്ളി, ശനി ഇങ്ങനെ അവിടെ രോഗശൈലിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മങ്ങളും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്യുന്നുണ്ട്, ചര്യകൾ ചെയ്യുന്നുണ്ട്, ഫർദും സുന്നത്തും ചെയ്യുന്നുണ്ട്. കിടപ്പിലാണ്. ഒട്ടനവധി സാദാത്തുക്കള് കേരളത്തിന് പുറത്തുനിന്ന് കാണാൻ വരുന്നുണ്ട്. അങ്ങനെ വ്യാഴം, വെള്ളിയും, ശനിയാഴ്ച ബഹുമാനപ്പെട്ട അന്നത്തെ അസ്ഹരി തങ്ങള് കാണാൻ വന്നപ്പോ അസ്ഹരി തങ്ങളോട്, ഒരു മരിക്കാൻ പോകുന്ന തയ്യാറെടുപ്പില് അസ്ഹരി തങ്ങളോട് മഹാനായ ഷംസുൽ ഉലമ പറഞ്ഞു, സംസ്ഥയുടെ സ്ഥാപകർ വരക്കൽ മുല്ലക്കോയ തങ്ങന്മാരുണ്ട്, ആ സാദാത്യങ്ങളെത്ത് സയ്യിദന്മാർ, എനിക്ക് അവരുടെ കാലിന്റെ ചുവട്ടിൽ എന്റെ ഖബറാവണം. അങ്ങനെ ഒത്തിരി സംസാരത്തിന് ശേഷം ശനിയാഴ്ച അസ്ഹരി തങ്ങള് പോയി. ഞായറാഴ്ച ദിവസം രാവിലെ വീണ്ടും ഉസ്താദിന് ഷംസുൽ ഉലമയെ കാണാൻ വന്നു. ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഉസ്താദ് എന്ന് തങ്ങൾ സമ്മതിച്ചു. അങ്ങനെ ഒരു മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു നല്ല മരണം, അതെല്ലാം ഖബറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സമാധാനത്തോടെ കേട്ടു. അന്ന് ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച ഈ അസ്ഹരി തങ്ങളെ നീ വിവരം എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് വിവരം കേട്ട ഉടനെ അവിടെയുള്ള ഒരു ഖാദിം എന്ന് പറയുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് മഹാനായ ഷംസുൽ ഉലമ പറയുകയാണ്, തൊട്ടപ്പുറത്ത് ഇടിയങ്ങര എന്ന് പറയും, അവിടെ പള്ളിയിലൊരു മാമുക്കോയ തങ്ങൾ എന്നോ പേരിന്റെ ഓർമ്മ, ഒരു തങ്ങളൊരു മക്കാമുണ്ട്. കുറച്ച് ക്യാഷ് കൊടുത്തിട്ട്, മോനെ ഇതവിടെ യാറത്തിങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് നീ സിയാർത്ത് ചെയ്ത് സലാം പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറയണം. അപ്പൊ ഏകദേശം 2-3 മണിയായി ഞായറാഴ്ച. അങ്ങനെ ഞാൻ വരുന്നുണ്ടെന്ന് പറയണം. ഈ ഖാദിമായ വ്യക്തി അതേപോലെ പറഞ്ഞ പോലെ പിന്നെ മക്കാമിലെ ഭണ്ഡാരത്തിൽ ക്യാഷ് പോയി പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ സിയാർത്ത് ചെയ്തെല്ലാം പറഞ്ഞു. തിരിച്ചു വന്നു, പറഞ്ഞു ഉസ്താദ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരായത്തായി. ഇതിനിടയിലാണ് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ ഉള്ളിലൊരു ചെറിയ നിസ്കാര പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുന്നത്, ബാങ്ക്, അല്ലാഹു അക്ബർ തുടങ്ങി. മഹാനായ ഷംസുൽ ഉലമ ജവാബ് കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ജവാബ് കൊടുത്തു, ഹയ്യ അലൽ സ്വലാഹ് ജവാബ് കൊടുത്തു, അല്ലാഹു അക്ബർ ജവാബ് കൊടുത്തു.
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ജവാബ് കൊടുത്തുകൊണ്ട് എല്ലാം തയ്യാറെടുപ്പോടെ കറക്റ്റായിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ സുന്നിയായി ഒരു ബിദഅത്തുകളും ഒരു ബിദഈ പ്രസ്ഥാനത്തിലുള്ള കൂട്ടുകൂടാതെ ഞാൻ കണ്ട ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മരണം നിങ്ങളുമായി പങ്കുവച്ചു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പണ്ഡിറ്റ് സമൂഹം ശംസുൽ ഉലമ എന്ന് പേരുവിട്ടത്. അള്ളാഹു മഹാനവറുകളുടെ കൂടെ നമുക്കും സ്വർഗീയ ലോകം തമ്പുരാൻ നൽകുമാറാവട്ടെ. എല്ലാവർക്കും റമദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും.